എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. PK ലേണിംഗ്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ മുൻ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഈ പറഞ്ഞിരുന്ന ഡ്രൈവർ സിലബസുമായും അല്ലെങ്കിൽ ഡ്രൈവർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സിലബസ് നമ്മൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചിരുന്നു അല്ലേ. നമ്മൾ അതുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ 1 ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യം പറയാനുള്ളത് നോക്കൂ, ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വാഹന നിയമം പാസാക്കിയ വർഷം 1988. എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വാഹന നിയമം പാസാക്കിയ വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ 1988. മോട്ടോർ വാഹന നിയമം നിലവിൽ വന്ന വർഷം എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ അത് 1989 ജൂലൈ 1 പാസ്സാക്കിയത്. അതായത് നമ്മുടെ ലോക്സഭയിൽ നമ്മുടെ പാസ്സാക്കിയത്, ഈ നിയമം പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ എന്നാണ് 1988. ഈ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1989 ജൂലൈ 1 എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ രാജേഷ് പൈലറ്റ് ആണ്. ആരാണ്? രാജേഷ് പൈലറ്റ് ആണ്. രാജീവ് ഗാന്ധി മന്ത്രിസഭ. അപ്പൊ 3 പോയിന്റ് ആണ് പറഞ്ഞത്. 1988 പാസാക്കി, 1989 ജൂലൈ 1 നിലവിൽ വന്നു. നിലവിൽ വന്ന സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ രാജേഷ് പൈലറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത പറയാനുള്ളത്, ഈ മോട്ടോർ വാഹന നിയമം 2019 എന്ത് ചെയ്തിരുന്നു? ഭേദഗതി ചെയ്തിരുന്നു. അതായത് 1988 നിയമം മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 2019 ഭേദഗതി ചെയ്തിരുന്നു. അതുകൊണ്ട് മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 പ്രകാരം ഈ മോട്ടോർ വാഹന നിയമത്തിൽ കുറച്ച് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയതിന് ശേഷമുള്ള നിയമത്തിലെ വ്യവസ്ഥകളാണ് ഇനി പറയാനുള്ളത്. അതായത് ഒന്നുകൂടി നോക്കൂ, 1939 ഈ നിയമം വരുന്നത്. 1939 നിന്നും 1988 ഇത് അമെൻഡ് ചെയ്തിരുന്നു. 1988 കഴിഞ്ഞ് 2019 ഇത് എന്ത് ചെയ്തിരുന്നു? അമെൻഡ് ചെയ്തിരുന്നു. മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 വർഷങ്ങളിലായിട്ടാണ് അമെൻഡ് ചെയ്തത്. കഴിഞ്ഞ VSSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 1939 മോട്ടോർ വെഹിക്കിൾ ആക്ട് നിയമം എന്നാണ് ഭേദഗതി ചെയ്തത് എന്ന് ചോദിച്ചാൽ 1988 എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി നോക്കൂ, മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, മോട്ടോർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ലൈസൻസിനെ പറ്റി പറയുന്നു. പെർമിറ്റുകളിലൂടെ മോട്ടോർ വാഹന നിയന്ത്രണം, അതായത് പെർമിറ്റുകളിലൂടെ നമുക്ക് ഈ പെർമിറ്റുകളിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ നിയന്ത്രണം, മോട്ടോർ വാഹനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സ്ഥാപനം, അതായത് നമ്മുടെ ഇപ്പോൾ KSRTC പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ, ട്രാഫിക് നിയന്ത്രണം, വാഹനങ്ങളുടെ ഇൻഷുറൻസ്, ഇനി മറ്റെന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത്, കുറ്റകൃത്യങ്ങളും പിഴകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സിലബസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിരുന്നു അല്ലേ. ശരി, നോക്കൂ, ഭേദഗതി സമയത്ത്, അതായത് 1988 നിയമം 2019 എന്ത് ചെയ്തിരുന്നു? ഭേദഗതി ചെയ്തിരുന്നു അല്ലേ. ഈ ഭേദഗതി സമയത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിതിൻ ഗഡ്കരിയാണ്. നരേന്ദ്രമോദി മന്ത്രിസഭ. അപ്പം നമ്മൾ നേരത്തെ ഒരാളുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. ആരെ കാര്യം പറഞ്ഞത്? നമ്മൾ ആരെ കാര്യം നേരത്തെ പറഞ്ഞത്? നമ്മൾ രാജേഷ് പൈലറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. രാജീവ് ഗാന്ധി മന്ത്രിസഭയിലായിരുന്നു രാജേഷ് പൈലറ്റ്. അതായത് 1988 നിയമം നിലവിൽ വരുന്ന സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു രാജേഷ് പൈലറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ 1988 എന്ത് ചെയ്തിരുന്നു? 2019 ഭേദഗതി ചെയ്തിരുന്നു അല്ലെ. 88 നിയമം ഭേദഗതി ചെയ്ത സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത പറയാനുള്ളത് മോട്ടോർ വാഹന നിയമം ഇല്ലേ. ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കണം.
അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കണം. അപ്പോൾ ഒരു ആക്ട് വരുന്നു, ആ ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? റൂൾസ് കൊണ്ടുവരണം അല്ലേ, നിയമങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ അത് നടപ്പിലാക്കുന്നതിനായി 2 നിയമങ്ങൾ വരുന്നു. ഒന്ന് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ എന്നും 2 കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ എന്നും അറിയപ്പെടുന്നു. നോക്കൂ, മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി നമ്മൾ വ്യവസ്ഥകൾ മുൻ PPT പറഞ്ഞിരുന്നു അല്ലെ, മുൻ സ്ലൈഡിൽ ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിരുന്നു. ആ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 നടപ്പിലാക്കി. അതുപോലെ ഈ നിയമം, അതായത് ഈ CMVR റൂൾ 1989 എന്താണ്? ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതുപോലെ മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി കേരള ഗവൺമെന്റ് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 എന്ത് ചെയ്തു? നടപ്പിലാക്കി. അതായത് പറഞ്ഞു വന്നത് ME ആക്ട് 1988 ആക്ട്, ആ ആക്ട് ഇവിടെ നടപ്പിലാക്കുന്നതിനായി 2 റൂള് വരുന്നു. ഒന്ന് CMVR റൂൾ 1989 2 കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 അല്ലെങ്കിൽ 1989. ഇതിൽ CMVR റൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ബാധകമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെയാണ്. ഇനി നമ്മൾ ആ സിലബസിൽ പറഞ്ഞിരുന്ന ME ആക്ട് 1988 CMVR 1989 KMVR 1989 പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ഡെഫിനിഷൻസിനെ പറ്റിയാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ആദ്യം പറയാനുള്ളത് ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. ഇവിടെ ഒരു ചിത്രത്തിൽ ഒരു ട്രെയിലർ തന്നിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? ഈ ആർട്ടിക്കുലേറ്റഡ് വാഹനത്തെ പറ്റിയാണ് ആദ്യം പറയാനുള്ളത്. നോക്കൂ, ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളെ നിർവചിച്ചിരിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 2 അല്ലെങ്കിൽ 2 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത്. 2 ഉപവകുപ്പ് 2 എന്താണ് പറയുന്നത്? ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളെ നിർവചിച്ചിരിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വളവുകൾ നന്നായി തിരിയുന്നതിനായി സ്ഥിരമായോ താൽക്കാലികമായോ പിവറ്റഡ് ജോയിന്റുകളാൽ ബന്ധിപ്പിച്ച വാഹനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കുലേറ്റഡ് വാഹനം. എന്തിനു വേണ്ടിയാ? വളവുകൾ നന്നായി തിരിയുന്നതിന് വേണ്ടി. സ്ഥിരമായോ താൽക്കാലികമായോ എന്ത് ഉപയോഗിച്ച്? പിവറ്റഡ് ജോയിന്റുകളാൽ ബന്ധിപ്പിച്ച വാഹനങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിവറ്റഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? പിവറ്റഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ 2 പ്രകാരം അല്ലെങ്കിൽ സെക്ഷൻ 2 പ്രകാരം സെമി ട്രെയിലറുകളുമായി ബന്ധിപ്പിച്ച വാഹനങ്ങളെയും ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്ന് പറയാറുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ശരി, ഇനി അടുത്ത പറയാനുള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ്. അതായത് നമ്മുടെ സിലബസ് എടുക്കുമ്പോൾ ആ സിലബസിനകത്ത് ഇത്തരത്തിൽ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കുലേറ്റഡ് വാഹനം, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഗോൾഡൻ അവർ, പബ്ലിക് പ്ലേസ്, ട്രാൻസ്പോർട്ട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ അതാണ് അതിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ പറ്റിയ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മൾ RC ബുക്ക് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഇതാ നോക്കൂ, താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾക്ക് നിങ്ങൾക്കും സ്വന്തമായി എന്തുണ്ടാവാം? RC ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളുടെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെക്ഷൻ 2 ഉപവകുപ്പ് 4 അല്ലെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. എന്താ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നാൽ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അധ്യായം 4 അതായത് നമ്മുടെ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓരോ അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ അധ്യായം 4 വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഒരു മോട്ടോർ വാഹനം യഥാവിധി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നത് ഒരു യോഗ്യതയുള്ള അധികാരി, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു യോഗ്യതയുള്ള അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? RC ബുക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് സെക്ഷൻ 2 എന്താണെന്ന് പറഞ്ഞു, എന്താണ്? ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ ആണെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ പറഞ്ഞത് എന്താ? സെക്ഷൻ 2 ആണ്. എന്താണ് സെക്ഷൻ 2 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ RC ബുക്ക് എന്നൊക്കെ പറയുന്നു. അധ്യായം 4 വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഒരു മോട്ടോർ വാഹനം യഥാവിധി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നത് ഒരു യോഗ്യതയുള്ള അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്.
ദാ അടുത്ത നോക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനം, അതായത് ഇപ്പം നമ്മൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളില്ലേ, അതാണ് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഈ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 15 വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്താണ് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ 15 വർഷമാണ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് 60 ദിവസം മുൻപ് മുതൽ രജിസ്ട്രേഷൻ പുതുക്കാം. എന്താണ് പറഞ്ഞത്? നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ കാലാവധി എന്തിൻ്റെ രജിസ്ട്രേഷന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് എന്താ രജിസ്ട്രേഷന്റെ കാലാവധി അവസാനിക്കുന്നതിന് 60 ദിവസം മുമ്പ് മുതൽ എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ പുതുക്കാം എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ചില വാഹനങ്ങൾക്ക് എന്തിന്റെ ആവശ്യമില്ല? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. എന്താണ്? 0.25 കിലോ വാട്ടോ അല്ലെങ്കിൽ 250 വാട്ട്സിന് താഴെ അല്ലെങ്കിൽ 25 കിലോമീറ്റർ പെർ അവറിന് താഴെ വേഗതയുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന് എന്തിന്റെ ആവശ്യമില്ല? ഈ പറഞ്ഞിരിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം ഓർക്കാം. ഇനി രജിസ്ട്രേഷൻ പുതുക്കിയ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ 5 വർഷമായിരിക്കും. അതായത് ഈ 15 വർഷം കഴിഞ്ഞില്ലേ, 15 വർഷം കഴിഞ്ഞ് നമ്മൾ പുതുക്കി, പുതുക്കി അന്ന് മുതൽ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പുതുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർക്കണം. ഇനി ടെമ്പററി രജിസ്ട്രേഷന്റെ കാലാവധി എത്ര ദിവസമാണ് എന്ന് ചോദിച്ചാൽ അതൊരു 30 ദിവസമാണ് അല്ലെങ്കിൽ 1 മാസമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഒന്നുകൂടി പറയാം. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 15 വർഷമാണ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി അവസാനിക്കുന്നതിന് 60 ദിവസം മുമ്പ് മുതൽ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം? പുതുക്കാം. 0.25 കിലോ വാട്ടോ അല്ലെങ്കിൽ 250 വാട്ട്സിന് താഴെ അല്ലെങ്കിൽ 25 കിലോമീറ്റർ പെർ അവറിന് താഴെയുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ രജിസ്ട്രേഷൻ പുതുക്കിയ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പുതിയ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷത്തേക്കാണെന്ന് ചോദിച്ചാൽ 5 വർഷത്തേക്കാണ്. ടെമ്പററി രജിസ്ട്രേഷൻ കാലാവധി 30 ദിവസത്തേക്കാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി അടുത്ത പറയാനുള്ളത് ഗോൾഡൻ അവർ ആണ്. ഗോൾഡൻ അവർ ആണ്. നോക്കൂ, ഗോൾഡൻ അവർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾഡൻ അവർ എന്താണ്? ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇത് ഗോൾഡൻ അവറിനെ പറ്റി അല്ലെങ്കിൽ ഗോൾഡൻ അവറിന്റെ ഡെഫിനിഷൻ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 12A ആണ് അല്ലെങ്കിൽ 2 സബ്സെക്ഷൻ 12A ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. വാഹന അപകടം നടന്ന ആദ്യത്തെ 1 മണിക്കൂറിനെ, ഒരു വാഹന അപകടം നടന്ന് ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ അവറായി പറയുന്നത്, അല്ലെങ്കിൽ ആ വാഹന അപകടം നടന്ന ആദ്യത്തെ 1 മണിക്കൂറിനെ ഗോൾഡൻ അവറായി കണക്കാക്കുന്നു. അതായത് സെക്ഷൻ 2 12A എന്തിനെ പറ്റി പറയുന്നത്? ഗോൾഡൻ അവറിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെയാണ്. അടുത്ത ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. മൊത്ത വാഹന ഭാരത്തെ പറ്റിയാണ് പറയുന്നത്. മൊത്ത വാഹന ഭാരത്തെ നിർവചിച്ചിരിക്കുന്ന വകുപ്പ് എത്രയാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 15 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മൊത്ത വാഹന ഭാരം എന്നാൽ വാഹനത്തിന്റെ ഭാരത്തിന്റെയും രജിസ്ട്രേഷൻ അതോറിറ്റി സർട്ടിഫൈ ചെയ്തു രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് അനുവദനീയമായ ലോഡിന്റെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ വാഹനത്തിന്റെ മൊത്ത ഭാരം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, സെക്ഷൻ 2 15 ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. മൊത്ത വാഹന ഭാരം എന്നാൽ വാഹനത്തിന്റെ ഭാരത്തിന്റെയും അതുപോലെ രജിസ്ട്രേഷൻ അതോറിറ്റി സർട്ടിഫൈ ചെയ്തു രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് അനുവദനീയമായ ലോഡിന്റെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത് 2 15 പ്രകാരം ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വാഹനത്തിന്റെ ഭാരം, അതുപോലെ തന്നെ അനുവദനീയമായ ലോഡും കൂടി ചേരുന്നതാണെന്ന് പറയുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ GVW എന്ന് പറയുന്നു. ഈ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിലെ അല്ലെങ്കിൽ GVWന്റെ ബേസിസിൽ വാഹനങ്ങളെ 3 തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, 2 മീഡിയം മോട്ടോർ വെഹിക്കിൾ, 2 ഹെവി മോട്ടോർ വെഹിക്കിൾ. ഇങ്ങനെ 3 എന്ത് ചെയ്യുന്നത്? തരംതിരിക്കുന്നത്. നോക്കൂ, ലൈറ്റ്
മോട്ടോർ വാഹനത്തിന്റെ പരമാവധി ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 7500 കിലോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ 7.5 ടൺ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലൈറ്റ് മോട്ടോർ വാഹനത്തിന്റെ പരമാവധി ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 7.5 ടൺ അല്ലെങ്കിൽ 7500 കിലോഗ്രാം ആയിരിക്കും. ഇനി മീഡിയം മോട്ടോർ വാഹനമാണെങ്കിലോ MMV എന്ന് പറയാം. എന്താണ്? 7500 കിലോഗ്രാം മുതൽ 12000 കിലോഗ്രാം വരെ ആയിരിക്കും, അല്ലെങ്കിൽ 7.5 ടൺ മുതൽ 12 ടൺ വരെയാണ് എന്തെന്ന് പറയുന്നത് മീഡിയം മോട്ടോർ വെഹിക്കിൾ വെയിറ്റിന്റെ വെയിറ്റ്, മീഡിയം മോട്ടോർ വാഹനത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ ഭാരം എത്രയാണ് എന്ന് ചോദിച്ചാൽ 7500 കിലോഗ്രാം മുതൽ 12000 കിലോഗ്രാം വരെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ഹെവി മോട്ടോർ വാഹനം ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12000 കിലോഗ്രാമിൽ കൂടുതലുള്ള വാഹനമാണ് ഏതെന്ന് പറയുന്നത് ഹെവി മോട്ടോർ വാഹനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, 7500 കിലോഗ്രാം ആണെങ്കിൽ അത് ലൈറ്റ് മോട്ടോർ വാഹനം. ഇനി 7500 മുതൽ 12000 വരെ ആണെങ്കിൽ മീഡിയം മോട്ടോർ വാഹനം. 12000 കിലോഗ്രാമിന് മുകളിലാണ് എങ്കിൽ അത് ഹെവി മോട്ടോർ വാഹനമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ഇനി അടുത്ത പറയാനുള്ളത് ഹെവി ചരക്ക് വാഹനത്തെ പറ്റിയാണ്. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ ഒരു ഹെവി ചരക്ക് വാഹനത്തിന്റെ കാര്യമാണ് പറയാനുള്ളത്. നോക്കൂ, ഹെവി ചരക്ക് വാഹനങ്ങളെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 2-16. എന്താണ് പറഞ്ഞത്? ഹെവി ചരക്ക് വാഹനങ്ങളെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് എത്രയാണ്? സെക്ഷൻ 2-16. നമ്മളിതാ പറഞ്ഞത് ഏതൊക്കെയാ? 2 പറഞ്ഞു, 4 പറഞ്ഞു, 12A പറഞ്ഞു, 15 പറഞ്ഞു. ഇപ്പോൾ പറയാൻ പോകുന്നത് 16 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്താണ് 16? ഹെവി ചരക്ക് വാഹനം. നോക്കിയേ, മൊത്ത വാഹന ഭാരം 12000 കിലോഗ്രാമിൽ അധികമായ അല്ലെങ്കിൽ 12 ടണ്ണിലധികമായ ചരക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ അൺലാഡൻ വെയിറ്റ് 12000 കിലോഗ്രാമിൽ കൂടിയ ട്രാക്ടറോ റോഡ് റോളറോ എന്നർത്ഥമാക്കുന്നു. എന്തെന്ന് പറയുന്നത് ഹെവി ചരക്ക് വാഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. എന്താണ് പറഞ്ഞത്? മൊത്ത വാഹന ഭാരം 12000 കിലോഗ്രാമിൽ അധികമായ ചരക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ അൺലാഡൻ വെയിറ്റ് 12000 കിലോഗ്രാമിന് മുകളിലായ റോഡ് റോളറോ ട്രാക്ടറോ ഒക്കെ എന്തിൽ വരാം? ഹെവി ചരക്ക് വാഹനത്തിൽ വരാം. ഒരു കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ULWന്റെ പൂർണ്ണ രൂപം എന്താണ് എന്നുള്ളതാണ്. എന്താ? അൺലാഡൻ വെയിറ്റ് എന്നാണ് എന്തിന്റെ പൂർണ്ണ രൂപം? ULWന്റെ പൂർണ്ണ രൂപം. ഇനി ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിന്റെ പൂർണ്ണ രൂപമാണെങ്കിലോ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ GVW അല്ലേ? GVWന്റെ പൂർണ്ണ രൂപം ചോദിച്ചാൽ എന്താണ്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി അടുത്ത പറയാനുള്ളത് ഹെവി പാസഞ്ചർ വാഹനത്തെ പറ്റിയാണ് പറയാനുള്ളത്. ഹെവി പാസഞ്ചർ വാഹനം, അതായത് യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനമാണല്ലോ. സെക്ഷൻ 2-17 എന്തിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനങ്ങളെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 2-17 എന്ന് പറയുന്നത്. മൊത്ത വാഹന ഭാരം 12000 കിലോഗ്രാമിൽ അധികമായ പബ്ലിക് സർവീസ് വാഹനം, അതുപോലെ പ്രൈവറ്റ് സർവീസ് വാഹനം, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ബസ്, ഒമിനി ബസ്സുകൾ അല്ലെങ്കിൽ അൺലാഡൻ വെയിറ്റ് 12000 കിലോഗ്രാമിൽ അധികമായ മോട്ടോർ കാറുകൾ എന്നിവ ഹെവി പാസഞ്ചർ വാഹനത്തിൽ ഉൾപ്പെടുന്നു. എന്താ പറഞ്ഞത്? 2-17 ആണ് ഹെവി പാസഞ്ചർ വാഹനത്തിനെ പറ്റി നിർവചിച്ചിരിക്കുന്ന വകുപ്പ്. ഈ ഹെവി പാസഞ്ചർ വാഹനം എന്താണ് എന്ന് ചോദിച്ചാൽ ഹെവി പാസഞ്ചർ വാഹനം എന്താണ് എന്ന് ചോദിച്ചാൽ മൊത്ത വാഹന ഭാരം അല്ലെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12000 കിലോഗ്രാമിൽ അധികമായ പബ്ലിക് സർവീസ് വാഹനം, പ്രൈവറ്റ് സർവീസ് വാഹനം, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ബസ്, ഒമിനി ബസ് അല്ലെങ്കിൽ അൺലാഡൻ വെയിറ്റ് 12000 കിലോഗ്രാമിൽ അധികമായ മോട്ടോർ കാറുകൾ എന്നിവ ഹെവി പാസഞ്ചർ വാഹനത്തിൽ വരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, ഇനി എന്താണ് പൊതുസ്ഥലം എന്നതാണ് ചോദ്യം. നോക്കൂ, പൊതുസ്ഥലം അല്ലെങ്കിൽ എന്താ പബ്ലിക് പ്ലേസ് എന്ന് പറയും അല്ലെ. ഇതിന് പൊതുസ്ഥലം എന്നതിന്റെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 2-34 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്താണ് പൊതുസ്ഥലം എന്നതിന്റെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 2-34. ഇനി എന്താണ് 2-34 പറഞ്ഞിട്ടുള്ളത്? പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള റോഡ്, തെരുവ്, വഴി അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ കൂടാതെ ഒരു സ്റ്റേജ് കാരിയേജിന്
എന്താ പ്രവേശനമുള്ള സ്റ്റാൻഡ്. ഈ സ്റ്റേജ് കാരിയേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും പെർമിറ്റ് അനുവാദമുള്ള വാഹനങ്ങളാണ് സ്റ്റേജ് കാരിയേജ്. ഈ സ്റ്റേജ് കാരിയേജിന് പ്രവേശനമുള്ള റോഡ് ഉൾപ്പെടെ എന്തായാലും വരും, പൊതുസ്ഥലത്തിൽ വരും. പൊതുസ്ഥലവുമായി ബന്ധപ്പെട്ട നിർവചനം അല്ലെങ്കിൽ പൊതുസ്ഥലം എന്ന നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ 2-34 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ഇനി അടുത്ത പറയാനുള്ളത് എന്താ? അടുത്ത പറയാനുള്ളത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ പറ്റിയാണ് പറയാനുള്ളത്. ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ പറ്റി നിർവചിച്ചിരിക്കുന്ന വകുപ്പ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 2-47 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്താണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ. ഒന്ന് പബ്ലിക് സർവീസ് വാഹനം, അതുപോലെ ചരക്ക് വാഹനം, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ബസ്. നിങ്ങൾക്ക് ഒരു സംശയം വരാം, ആംബുലൻസ് എന്താണ്? ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണ്. അതുപോലെ ഫയർ ടെൻഡറുകൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഉൾപ്പെടുന്നതാണ്. പൊതുസേവന വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ഒക്കെ എന്തിനു വരും? ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഗണത്തിൽ വരും. അത് സെക്ഷൻ 2-47 എന്തിനെ പറ്റി പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? മോട്ടോർ കാറുകൾ, ഫോർക്ക് ലിഫ്റ്റ്, അതുപോലെ കാർഷിക ട്രാക്ടറുകൾ, മോട്ടോർ സൈക്കിൾ. ഇനി വ്യക്തിഗത ഉപയോഗത്തിനുള്ള 3 ചക്ര വാഹനം, നിർമ്മാണ ഉപകരണങ്ങളൊക്കെ എന്താണ്? നോൺ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഇതര വാഹനങ്ങളായി കണക്കാക്കുന്നു. ഒന്നുകൂടി പറയാം, ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ 2-47 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഡെഫിനിഷൻസിനെ പറ്റിയാണ് അല്ലേ. അതായത് നമ്മൾ ഏകദേശം 2 മുതൽ 2-47 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ആർട്ടിക്കുലേറ്റഡ് വാഹനം, അതുപോലെ എന്താണ് ഗോൾഡൻ അവർ, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതുപോലെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, അങ്ങനെ തുടങ്ങി 2 മുതൽ 2-47 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.